Hi friends, welcome back to LPG Live. നമ്മൾ ചാപ്റ്റർ 4 വെബ് ടെക്നോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾറെഡി അതിൻ്റെ 6 പാർട്സ് നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ആൻഡ് ദിസ് ഇസ് ദ 7th ആൻഡ് ഫൈനൽ പാർട്ട് ഓഫ് ദിസ് ചാപ്റ്റർ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാപ്റ്ററിൻ്റെ ഇതിന് മുന്നേയുള്ള സെഷൻസ് എല്ലാം കാണാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊരു കണ്ടിന്യൂഷൻ സീരീസ് ആണ്. കംപ്ലീറ്റ് ടോപ്പിക്സ് കണ്ടുവന്നതിനാലേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് പഠിച്ച് നല്ല ക്ലിയർ ആയിട്ട് പോരാൻ പറ്റത്തുള്ളൂ. സോ സ്ട്രേറ്റ് അവേ വിൽ ഗോ ഇൻ ടു ദ ടോപ്പിക്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് സെഷനിലേക്ക് നമ്മൾ വന്നു. ഇമേജ് എന്ന് പറഞ്ഞ ടാഗാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇമേജ്, നിങ്ങൾക്കറിയാം, ഇമേജ് അല്ലെങ്കിൽ പിക്ചർ എന്നൊക്കെ പറയുന്നത് നമ്മൾ ഏതൊരു വെബ് പേജ് എടുത്തു കഴിഞ്ഞാലും വളരെ എസെൻഷ്യൽ ആയിട്ടുള്ളൊരു സംഭവമാണ്. കാരണം ഇമേജ് ഇല്ലാത്തൊരു പരിപാടിയില്ല. നമ്മൾ സംഭവങ്ങൾ അല്ലെങ്കിൽ വെബ് പേജ് ഇച്ചിരി കളറാവണം, കളർഫുൾ ആവണം, കാണാൻ നല്ല ലുക്ക് വേണം എന്നൊക്കെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പലതരത്തിലുള്ള ഇമേജസ് ആഡ് ചെയ്യും. ഇമേജസിന് നിങ്ങൾക്കറിയാം പലതരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ഉണ്ട്. JPEG, BMP, GIF, PNG, അങ്ങനെ ഇതെല്ലാം നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. വേരിയസ് എക്സ്റ്റൻഷൻസ് നിങ്ങൾ ഫസ്റ്റ് ഇയർ പഠിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇമേജസിൻ്റെ യൂസേജ്, ഇമേജ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, ഇമേജ് ഏതൊക്കെ രീതിയിൽ നമുക്ക് വെബ് പേജിൽ യൂസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇമേജിനെ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ IMG എന്ന് പറയുന്ന ഒരു ടാഗാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഒരു empty ടാഗാണ്. യൂഷ്വലി HTML മോർ ദാൻ 90% ടാഗ്സും കണ്ടെയ്നർ ടാഗ്സ് ആണ്. എന്ന് പറഞ്ഞാൽ വൺസ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം. പക്ഷേ IMG ടാഗ് ഒരു empty ടാഗാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജസ് വെബ് പേജിൽ ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് IMG ടാഗ് യൂസ് ചെയ്യുക. വെബ് പേജിനെ വളരെ അട്രാക്റ്റീവും കമ്മ്യൂണിക്കേറ്റീവും ആക്കാൻ ഇമേജസ് കൊണ്ട് നമുക്ക് സാധിക്കും. അപ്പോൾ അതിൻ്റെ ആട്രിബ്യൂട്ട്സ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ആട്രിബ്യൂട്ട് SRC ആണ്. SRC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഇൻസേർട്ട് ചെയ്യുന്ന ഇമേജ് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവണം. കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ വെബ് പേജിലേക്ക് കൊണ്ടുവരണം എന്നാണെങ്കിൽ കറക്റ്റ് പാത്ത് കൊടുക്കണം. അതായത് ഇമേജ് എവിടെയാണ് കിടക്കുന്നത് എന്നുള്ള കറക്റ്റായിട്ട് നമ്മൾ നമ്മുടെ HTML ഡോക്യുമെൻറ്റിൽ സ്പെസിഫൈ ചെയ്തെങ്കിൽ മാത്രമായിരിക്കും കറക്റ്റായിട്ട് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ സാധിക്കുക. നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ തന്നെ ആദ്യം നോക്കിയേക്കാം. സാധാരണ ഒരു HTML വെബ് പേജ് തന്നെ. അപ്പം ഹെഡ് സെക്ഷൻ, ബോഡി സെക്ഷൻ എല്ലാം കഴിഞ്ഞ് ബോഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളിവിടെ ഒരു ചുമ്മാ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്, ഇമേജ് പ്ലേസ്ഡ് വിത്ത് SRC ആട്രിബ്യൂട്ട്. നമുക്ക് ഹെഡിങ് കാണുമ്പോൾ അറിയാം. IMG ടാഗ് നമ്മൾ കൊടുത്തേക്കുന്നത് ഇതാണ്, നോക്കുക. IMG SRC ഈക്വൽ ടു eTribe lpglive.png എന്ന് പറഞ്ഞാൽ ഇത് ഫയൽ നെയിമാണ്. ഈ lpglive എന്ന് പറയുന്നത് ഫയൽ നെയിമാണ്. ഞാൻ പറഞ്ഞു പിക്ചേഴ്സ് അല്ലെങ്കിൽ ഇമേജസ് ആകുമ്പോൾ പലതരത്തിലുള്ള എക്സ്റ്റൻഷൻസ് ഉണ്ട്. അതിൽ PNG ഒരു പിക്ചർ ഫോമാറ്റ് ആണ്. അപ്പം ഒരു PNG ഫയലാണ് നമ്മളിപ്പോൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. SRC എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കുക. ഹെഡിങ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്ന H2 എന്ന് പറയുന്ന ടാഗിൽ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹിയർ ഇമേജ് പ്ലേസ്ഡ് വിത്ത് SRC ആട്രിബ്യൂട്ട്. ഇവിടെ നമ്മുടെ ഇമേജ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇമേജ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇമേജിന് നീക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വഴി നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് SRC ആട്രിബ്യൂട്ട് യൂസ് ചെയ്ത് ഇമേജ് ഇൻസേർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മാത്രമേ നമ്മളിപ്പോൾ കണ്ടുള്ളൂ. ഓക്കെ, ഇപ്പോൾ അടുത്ത ആട്രിബ്യൂട്ട് VSpace ആണ്. യൂസ് ടു പ്രൊവൈഡ് വെർട്ടിക്കൽ സ്പേസിംഗ് ബിറ്റ്വീൻ ഇമേജസ്. അതായത് നമുക്ക് ഒന്നിൽ കൂടുതൽ ഇമേജസ് ഉണ്ട്, മുകളിലും താഴെയുമായിട്ട് ഇമേജ് ഉണ്ടെങ്കിൽ വെർട്ടിക്കലി അതിൻ്റെ സ്പേസ് കൂട്ടാൻ വേണ്ടി നമ്മൾ VSpace യൂസ് ചെയ്യും. അതേപോലെ രണ്ട് ഇമേജസ് സൈഡ് ബൈ സൈഡ് ആയിട്ടുണ്ടെങ്കിൽ ഹൊറിസോണ്ടലി സ്പേസ് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ HSpace യൂസ് ചെയ്യും. അപ്പോൾ നമുക്ക് ജസ്റ്റ് അത് നോക്കിയാലോ. അപ്പോൾ ശ്രദ്ധിക്കുക, നമ്മളിവിടെ HSpace ആൻഡ് VSpace, അതായത് ഹൊറിസോണ്ടൽ സ്പേസിങ്ങും വെർട്ടിക്കൽ സ്പേസിങ്ങും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ആട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞൊരു കേസ് ഉണ്ട്. IMG കൊടുത്തു, ഒരു സ്പേസ് ഇട്ടു, ആട്രിബ്യൂട്ട് കൊടുത്തു. അപ്പോൾ ആട്രിബ്യൂട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ വാല്യൂ നമ്മൾ കൊടുക്കും ഈക്വൽസ് ടു ഇട്ടു. അപ്പോൾ SRCയുടെ വാല്യൂ ആയിട്ട് നമ്മൾ പാത്ത് കൊടുത്തു, അത് കഴിഞ്ഞൊരു സ്പേസ് കിട്ടും. പിന്നെ VSpace കൊടുത്തു, ഈക്വൽസ് ടു അതിൻ്റെ വാല്യൂ കൊടുത്തു, അത് കഴിഞ്ഞൊരു സ്പേസ് ഇട്ട്. ആ ഒരു ഫോർമാറ്റിലായിരിക്കും നമ്മൾ കൊടുക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാഗ് സ്പേസ് attribute equals to value, space attribute equal to value, space attribute equal to value. ആ ഒരു രീതിയിലായിരിക്കും നമ്മൾ കൊടുക്കുക. എല്ലാ വാല്യൂ എല്ലാം കൊടുത്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും അവസാനം നമ്മൾ ആ ടാഗ് ഒന്ന് ക്ലോസ് ചെയ്യാം. IMG empty ടാഗ് ആയതുകൊണ്ട് പിന്നെ നമുക്കതിനെ കണ്ടെയ്നർ പോലെ ക്ലോസ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക, രണ്ട് ഇമേജ് അടുത്തടുത്തായിട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ സൈഡ് ബൈ സൈഡ് ആയിട്ട് ആകുമ്പോഴത്തേക്കും ഹൊറിസോണ്ടൽ സ്പേസിംഗ് കാണാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ ആദ്യം രണ്ട് ഇമേജ് അടുത്തടുത്തായിട്ട് കൊടുത്തു, എന്നിട്ട് ഒരു ബ്രേക്ക് കൊടുത്തു, അതിനുശേഷം രണ്ട് ഇമേജ് വീണ്ടും കൊടുത്തു. അപ്പോൾ ഇവിടെ VSpaceഉം HSpaceഉം കൊടുത്തിട്ടുണ്ട്. വെർട്ടിക്കലി 100 ഡിഫറൻസ്, ഹൊറിസോണ്ടലി 100 ഡിഫറൻസ്. നിങ്ങൾക്ക് ഇത് റൺ ചെയ്ത് നോക്കുമ്പോൾ ക്ലിയർ ആവും. നോക്കുക, അപ്പം 4 ഇമേജാണ് നമ്മൾ കൊടുത്തത്. ഹൊറിസോണ്ടലി ഇത് 100 ആണ്, വെർട്ടിക്കലി ഇത് രണ്ട് നമ്മൾ സ്പേസ് 100 ആണ്.
അപ്പോൾ ഇതെല്ലാം ഒരു സ്ക്വയർ ഫോമാറ്റിലാണ് കിടക്കുന്നത്. നമുക്ക് എന്തെങ്കിലും ഒരു വാല്യൂ ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫറൻസ് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. നമുക്ക് നോക്കാം. ആദ്യത്തെ ഇമേജും രണ്ടാമത്തെ ഇമേജും തമ്മിലുള്ള ഹൊറിസോണ്ടൽ സ്പേസിംഗ് ഞാൻ ഒരു 250 ആക്കി. അപ്പോൾ അത് മാത്രമേ നമ്മൾ ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അത് ഒന്ന് റൺ ചെയ്ത് നോക്കിയാൽ എങ്ങനെയുണ്ടെന്ന് നോക്കാം. നോക്കിയുള്ളൂ. അപ്പോൾ ഈ ഇമേജും തമ്മിലുള്ള സ്പേസിങ് 250 ആയതുകൊണ്ടാണ് ഇത്രയും ഡിഫറൻസ് വന്നേക്കുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവിടെയും ഒരു ഹൊറിസോണ്ടൽ സ്പേസിങ് ഡിഫറൻസ് വരും. അതങ്ങനെയാണ്. അപ്പം ഇത് തമ്മിലുള്ള സ്പേസിങ് ഡിഫറൻസ് കൂടി. പക്ഷേ ഇത് 100 ആയിട്ട് തന്നെയാണ് കിടക്കുന്നത്. നമ്മുടെ അടുത്ത ആട്രിബ്യൂട്ട് അലൈൻ ആണ്. അലൈൻ നിങ്ങൾ മിക്കവാറും ടെക്സ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പല സ്ഥലത്തും കണ്ടു. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കി വെക്കാൻ വേണ്ടി നമ്മൾ അലൈൻ യൂസ് ചെയ്യും. ഇവിടെ ഇമേജ് ആണ്. ഇപ്പോൾ ഇമേജിൻ്റെ അലൈനിന് വേണ്ടിയിട്ടുള്ള വാല്യൂസ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന് ബോട്ടം ആണ്. അലൈൻ ദ ബോട്ടം ഓഫ് ദി ഇമേജ് വിത്ത് ദ ബേസ് ലൈൻ ഓഫ് ദ ടെക്സ്റ്റ്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, കാരണം അതിൻ്റെ എക്സാമ്പിൾ കണ്ടാൽ തന്നെ വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഒരു ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ബോട്ടമായിട്ട് ഇമേജ് അലൈൻ ചെയ്യുന്നു എന്നുള്ളത്. നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. മിഡിലുണ്ട്, ടോപ്പ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, ലെഫ്റ്റ് ഉണ്ട്. നമ്മൾ ഇതിൻ്റെ എക്സാമ്പിൾ നോക്കി ക്ലിയർ ചെയ്തിട്ട് തന്നെയേ മുന്നോട്ട് പോകുന്നുള്ളൂ. ഓക്കെ, ഈ ഒരു എക്സാമ്പിൾ നോക്കുക. നമ്മൾ ഇമേജിൻ്റെ അലൈൻ എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അലൈനിന് നമ്മൾ വേരിയസ് വാല്യൂസ് കണ്ടു. ബോട്ടം, റൈറ്റ്, ലെഫ്റ്റ് ഒക്കെ കണ്ടു. അപ്പോൾ അലൈൻ ഈക്വൽ ടു ബോട്ടം ആണ് ഞാനിവിടെ വാല്യൂ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതോടൊപ്പം നമുക്ക് കോമൺ ആയിട്ടുള്ള രണ്ട് ആട്രിബ്യൂട്ട്സ് കൂടി ഞാനിവിടെ പറയുകയാണ്. ഹൈറ്റും വിഡ്ത്തും. അതായത് ഇമേജിൻ്റെ ഹൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതിനാണ് നമ്മളിവിടെ ഹൈറ്റ് സീക്വൽസ് ഇവിടെ 100 കൊടുത്തു, വിഡ്ത്ത് സീക്വൽസ് 200 കൊടുത്തു. അപ്പം ഹൈറ്റും വിഡ്ത്തും കൂടി ഞാൻ ഇതിൻ്റെ ഒപ്പം കൊടുക്കുകയാണ്. അതേപോലെ തന്നെ അലൈൻ ഈക്വൽ ടു ബോട്ടം. അലൈൻ ഈക്വൽ ടു ബോട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് എന്തിൻ്റെ ഒപ്പമാണ് ബോട്ടത്തിൽ അലൈൻ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്പുട്ട് കാണുമ്പോൾ നോക്കിക്കോളൂ. ഹാവ് എ ലുക്ക് ആൻഡ് ഫൈൻഡ് ദി ഇമേജ് അലൈൻ വിത്ത് ദ ബോട്ടം ഓഫ് ദ സെൻറ്റൻസ്. നമ്മളൊരു സെൻറ്റൻസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇമേജിൻ്റെ താഴ്ഭാഗം അതുമായിട്ട് അലൈൻഡ് ആയിരിക്കും. നോക്കുക, വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം. ഇമേജ് ഇത്രയും വലുതാണ്, ബട്ട് ഇമേജിൻ്റെ ആ താഴത്തെ ഭാഗം ആ സെൻറ്റൻസുമായിട്ട് അലൈൻഡ് ആണ്. നിങ്ങൾക്ക് അടുത്ത ഒരു എക്സാമ്പിൾ കാണുമ്പോൾ കുറച്ചും കൂടി ക്ലിയർ ആവും. നോക്കുക, നമ്മൾ അലൈൻഡ് ഈക്വൽ ടു ബോട്ടത്തിൻ്റെ എക്സാമ്പിൾ കണ്ടു. ഇത് അലൈൻഡ് ഈക്വൽ ടു ഇമേജ് അലൈൻ ഈക്വൽ ടു മിഡിൽ. അപ്പോൾ സെൻറ്റൻസിൻ്റെ മിഡിലുമായിട്ട് അലൈൻഡ് ആവണം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, രണ്ടാമത്തെ കേസാണിത്. ഇമേജ് അലൈൻഡ് ഈക്വൽ ടു മിഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമേജ് ആ സെൻറ്റൻസിൻ്റെ കറക്റ്റ് മിഡിലായിട്ട്, സെൻറ്റൻസ് നമ്മൾ എവിടെയാണോ റിട്ടേൺ ചെയ്തേക്കുന്നത് അതിൻ്റെ കറക്റ്റ് മിഡിലായിട്ട് ഇമേജ് ഇരിക്കുന്നു. ബോട്ടം ആയപ്പോഴത്തേക്കും കറക്റ്റ് ബോട്ടം. ഇനി ബാക്കിയുള്ള 2-3 കൂടി നമുക്ക് നോക്കാം. ഓക്കെ, നമുക്കിപ്പോൾ ഇവിടെ ഇമേജിനൊപ്പം കൊടുത്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് ഈ ഇതിൽ ഏതൊക്കെയാണെന്ന് നോക്കാം. SRC ഞാൻ പറഞ്ഞു, കറക്റ്റ് പാത്തിന് വേണ്ടിയിട്ടാണ് SRC കൊടുത്തിരിക്കുന്നത്. പിന്നെ ഹൈറ്റും വിഡ്ത്തും ഞാൻ എല്ലാത്തിലും 100 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതായത് ഹൈറ്റ് 100 വിഡ്ത്ത് 100 ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഇമേജ് ഒരു സ്ക്വയർ ഫോർമാറ്റിൽ വരാൻ വേണ്ടിയാണ് അങ്ങനെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ അലൈൻ ഈക്വൽ ടു ബോട്ടം. അപ്പോൾ ആദ്യത്തെ കേസിൽ സെൻറ്റൻസിൻ്റെ ബോട്ടമായിട്ട് അലൈൻ ചെയ്യണം, രണ്ടാമത്തേൽ മിഡിലായിട്ട് അലൈൻ ചെയ്യണം, മൂന്നാമത്തേൽ ടോപ്പായിട്ട് അലൈൻ ചെയ്യണം, നാലാമത്തേൽ റൈറ്റ് ആയിട്ട് അലൈൻ ചെയ്യണം. നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് നോക്കാം. കൃത്യമായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വ്യത്യാസം മനസ്സിലാകും. ആദ്യത്തത് ഇമേജ് അലൈൻഡ് ഈക്വൽ ടു ബോട്ടം ആയതുകൊണ്ട് ഇമേജിൻ്റെ ബോട്ടവും സെൻറ്റൻസും സ്ട്രെയിറ്റ് ലൈൻ. രണ്ടാമത്തെ ഇമേജ് അലൈൻഡ് ഈക്വൽ ടു മിഡിലാണ്, അതുകൊണ്ട് ഇമേജിൻ്റെ മിഡിലും സെൻറ്റൻസും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ അടുത്തത് ഇമേജ് അലൈൻഡ് ഈക്വൽ ടു ടോപ്പാണ്, അതുകൊണ്ട് ഇമേജിൻ്റെ ടോപ്പും സെൻറ്റൻസും സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ലാസ്റ്റത്തത് നിങ്ങൾക്ക് നോക്കി അറിയാം റൈറ്റ് ആണ്. ഇനി പറഞ്ഞുള്ളത് ലെഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇതാണ് ഇമേജ് അലൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന രീതികൾ. അപ്പോൾ അലൈനിൽ നമുക്ക് 5 ആട്രിബ്യൂട്ട്സ് ആണ്, നമ്മളത് കണ്ടു. അടുത്തത് ഹൈറ്റ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ആണ്. സ്പെസിഫൈ ദ ഹൈറ്റ് ഓഫ് ദ ഇമേജ്, അത് നമ്മൾ കണ്ടായിരുന്നു. നെക്സ്റ്റ് ഇസ് വിഡ്ത്ത്. അപ്പോൾ ഹൈറ്റ് കൂട്ടുന്നതനുസരിച്ച് ഹൈറ്റും വിഡ്ത്തും നമുക്ക് വ്യത്യാസപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നമുക്ക് വേണമെങ്കിൽ ഹൈറ്റ് വളരെ വലുതാക്കണതും ചെറുതാക്കണമായിട്ടുള്ള ഒരു എക്സാമ്പിൾ കൂടി നോക്കി. ഇതിൽ വേറെ ഒന്നുമില്ല, നമ്മുടെ SRC ഉണ്ട്. ഹൈറ്റ് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ 250 കൊടുത്തു, വിഡ്ത്ത് 350 കൊടുത്തു. അപ്പോൾ നേരത്തെ 100 വെച്ചിട്ടുള്ളതാണ് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിൽ ഇമേജിനെ നമ്മൾ റൈറ്റ് സൈഡിലേക്കൊന്നും നീക്കിയൊന്നും വെച്ചിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് അതിൽ കാണാം ഹൈറ്റ് 250യും വിഡ്ത്ത് 350യും വന്നപ്പോഴത്തേക്ക് ഇമേജിൻ്റെ ആ ഒരു വലിപ്പം നിങ്ങൾക്ക് ഇതിൽ നിന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട് അല്ലേ. അടുത്തത് ബോർഡർ ആട്രിബ്യൂട്ട് ആണ്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇമേജിൽ നമുക്കൊരു ബോർഡർ വരക്കാം. ബോർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഒരു ഔട്ട്ലൈൻ ആണ്. അപ്പോൾ നമുക്കത് നോക്കാം. ഓക്കെ, ഈ എക്സാമ്പിൾ നോക്കുക. ഇതിൽ ഇമേജ് എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് നമ്മളിവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. ഹൈറ്റ് 100 വിഡ്ത്ത് 100, അലൈൻ ലെഫ്റ്റ് കൊടുത്തിട്ടുണ്ട്, നമ്മൾ നേരത്തെ കാണാതിരുന്നതാണ്. ബോർഡർ ഈക്വൽസ് ടു 5 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഇമേജിൽ വരുന്ന ബോർഡർ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഒരു ബ്രേക്ക് കൊടുത്തിട്ട് ഇമേജ് ഒരെണ്ണം കൂടി നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷേ ഇവിടെ നമ്മൾ ബോർഡർ കൊടുത്തിട്ടില്ല. അപ്പോൾ ബോർഡർ ഉള്ളതും ബോർഡർ ഇല്ലാത്തതും ഒറ്റയടിക്ക് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നോക്കുക, നമ്മൾ ആദ്യത്തേത്
ബോർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് ആ ബോർഡർ ഒരു ബ്ലാക്ക് ബോർഡർ കാണാം. രണ്ടാമത്തേൽ ബോർഡർ കൊടുത്തിട്ടില്ല. അതുപോലെ തന്നെ ഇവിടെ അലൈൻ ഈക്വൽ ലെഫ്റ്റ് ആണ് നമ്മൾ കൊടുത്തേക്കുന്നത് രണ്ടിനും. അതുകൊണ്ടാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്ന് നിൽക്കുന്നത്. ഇമേജിൻ്റെ ലാസ്റ്റ് ആട്രിബ്യൂട്ട് ALT അഥവാ ഓൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓൾട്ടർനേറ്റീവ് ടെക്സ്റ്റ് ബ്രൗസറിൽ കൊടുക്കാൻ വേണ്ടി എപ്പോൾ, അതായത് ചിലപ്പോൾ നമ്മൾ ചില ബ്രൗസറിൽ ഇമേജ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യൂല. അപ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ അവിടെ അതിന് പകരമായിട്ട് ചിലപ്പോൾ ചെറിയൊരു മാർക്ക് പോലെ ഇങ്ങനെ വരും. അപ്പോൾ അവിടെ നമുക്ക് ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും എഴുതി കാണിക്കണം എന്നുണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള അവസരങ്ങൾ നമ്മൾ കൊടുക്കുന്നതാണ് ഓൾട്ട് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട്. നമുക്കത് നോക്കാം. അപ്പം നമ്മളിവിടെ ഓൾട്ട് ആട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പ്രത്യേകം ശ്രദ്ധിക്കുക, ഓൾട്ട് ആട്രിബ്യൂട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ബ്രൗസറിൽ കാണണം എന്നാണെങ്കിൽ നമ്മുടെ ഇമേജ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യരുത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പേർപ്പസ്ഫുള്ളി ഇവിടെ നമ്മുടെ ഇമേജിൻ്റെ എക്സ്റ്റൻഷൻ ഒന്ന് തെറ്റിച്ചിട്ടുണ്ട്. .png വരെ .pn ആക്കി. അപ്പോൾ അതുകൊണ്ടിട്ട് തന്നെ ഇനി ഇമേജ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്യില്ല. ഇമേജ് എന്ന് പറഞ്ഞ സംഭവമേ വരില്ല. അപ്പോൾ അങ്ങനെയുള്ള അവസരങ്ങളിലാണ് ഓൾട്ട് വർക്ക് ചെയ്യുക. അപ്പോൾ ഓൾട്ടിൽ ഞാനിവിടെ ഒരു മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ പിക് ബഡി ബട്ട് സാഡ്ലി നോട്ട് ഡിസ്പ്ലേഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് നോക്കാം. ഓക്കെ, ഔട്ട്പുട്ട് ശ്രദ്ധിക്കുക. നമ്മളുടെ പിക്ചറിൻ്റെ ഫയൽ നെയിം തന്നെ നമ്മൾ തെറ്റിച്ചതുകൊണ്ട് പിക്ചർ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. പക്ഷേ ഓൾട്ട് ആട്രിബ്യൂട്ടിൽ നമ്മളൊരു മെസ്സേജ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിക്ചറിൻ്റെ ആ ഒരു അത്രയും സൈസ് ഒരു എൻക്ലോസർ ഒരു ഡ്രോയിങ് പോലെ അല്ലെങ്കിൽ ഒരു ബോർഡർ പോലെ വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനകത്ത് നമ്മുടെ ആ ഒരു മെസ്സേജ് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ പിക് ബഡി ബട്ട് സാഡ്ലി നോട്ട് ഡിസ്പ്ലേ. ഇങ്ങനെയാണ് നമ്മൾ ഓൾട്ട് ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ഇമേജിൻ്റെ 8 ആട്രിബ്യൂട്ട്സ് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഏതെങ്കിലും ക്ലിയർ ആവാതെ ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് എടുത്ത് നോക്കിയാൽ വളരെ കൃത്യമായിട്ട് മനസ്സിലാവുന്ന കേസേ ഉള്ളൂ. നമുക്ക് ഈ സെഷനിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ടു ഇൻസേർട്ട് ഇമേജ് ഇൻ എൻ HTML ഡോക്യുമെന്റ് ഡാഷ് ടാഗ് ഈസ് യൂസ്ഡ്. നമ്മൾ പറഞ്ഞു IMG എന്ന് പറയുന്ന ടാഗാണ് യൂസ് ചെയ്യുന്നത്. ഡാഷ് ഇസ് ദ മെയിൻ ആട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്. ഏതായിരിക്കണം? SRC ആയിരിക്കണം. കാരണം SRC എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഇല്ലെങ്കിൽ പിന്നെ ഇമേജ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാനേ പറ്റില്ല. വാട്ട് ഇസ് ദ യൂസ് ഓഫ് ALT ആട്രിബ്യൂട്ട് ഓഫ് IMG ടാഗ്? നമ്മൾ ലാസ്റ്റ് കണ്ടതാണ്. അതായത് ഇമേജ് കറക്റ്റായിട്ട് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടാണ് ALT. ALTയിൽ ഒരു മെസ്സേജ് കൊടുക്കും. അപ്പോൾ ഇമേജ് ഡിസ്പ്ലേ ചെയ്തില്ലെങ്കിൽ ആ മെസ്സേജ് അവിടെ ഡിസ്പ്ലേ ചെയ്യും. നെയിം ദ ആട്രിബ്യൂട്ട് ദാറ്റ് യൂസ് ടു ഡിസ്പ്ലേ ആൻ ഇമേജ് ഇൻ എ പെർട്ടിക്കുലർ സൈസ്. നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിലാക്കാൻ വേണ്ടിയിട്ട് ഇമേജിന് വേണ്ടി നമ്മൾ കൊടുക്കുന്ന ആട്രിബ്യൂട്ട്സ് ഹൈറ്റും വിഡ്ത്തും ആണ്. അപ്പോൾ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള ഹൈറ്റും വിഡ്ത്തും ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെർട്ടിക്കുലർ ആട്രിബ്യൂട്ട്സ് കൊടുക്കുക. ആട്രിബ്യൂട്ട്സ് ദാറ്റ് പ്രൊവൈഡ് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ സ്പേസിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കണ്ട H സ്പേസും V സ്പേസും ആണ് യൂസ് ചെയ്യുന്നത്. സോ ഇമേജസിൻ്റെ ഈ ഒരു സെഷൻ ഈസി ആയിരുന്നില്ലേ? ഈസി എന്ന പോലെ തന്നെ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻ്റ് ഓൾസോ. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇമേജസ് യൂസ് ചെയ്യാത്ത സ്ഥലമില്ലല്ലോ. ക്ലിയർ ആക്കി ഇമേജസ് പഠിച്ചു വെക്കുക. വെബ് ടെക്നോളജിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരുന്നതായിരിക്കും. സോ വെയിറ്റ് ഫോർ ദാറ്റ്. താങ്ക് യു.